ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ന്യായമായ ചർച്ചകളിലൂടെ തീർക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും പൊറുക്കാനാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അധികൃതരുടെ ഭാഗത്തുനിന്ന് നീതിപൂർണമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആക്രമണത്തിനിരയായ വൈദികന്റെ സഹോദരൻ ജോബി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച് തൃശൂർ കോർപ്പറേഷൻ. പൊതുഖാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ രണ്ടുപേരെ വാഹനം സഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ എം കെ വർഗീസ്. ചലച്ചിത്ര നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ കൈമാറണമെന്ന് നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവല്ലോമലയിൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് പണം ആവശ്യപ്പെട്ടുള്ള മെസ്സേജ് അയക്കുകയായിരുന്നു. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ന്യായമായ ചർച്ചകളിലൂടെ തീർക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ 68ാം വാർഷികാഘോഷവും സംസ്ഥാന പ്രവർത്തക കൺവെൻഷനും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടരുടെ സമരം വഴങ്ങത്തിനുമെങ്കിൽ ആ സമരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലതുപക്ഷ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ കരുക്കളും നീക്കാൻ കഴിഞ്ഞു തീരുമെന്ന് അവർ ചിന്തിക്കുന്നു. അതാണ് ആ സമരത്തിന്റെ പ്രത്യേകത. വലതുപക്ഷക്കാർക്ക് ഇതുപോലെ നേട്ടം ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കാൻ പാടില്ല. ആ വിഷയത്തിൽ ന്യായമായ ചർച്ചകൾ വഴി പ്രശ്നങ്ങൾ തീർക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പരസ്യമായും അല്ലാതെയും അത് CPI പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ LDF നയിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായിട്ട് പറയും ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയും. ഏതെങ്കിലും കമ്പനികൾ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ അല്ല സാമ്പത്തികമായ കൊടുക്കലുകളും വാങ്ങലുകളും ആ CPI വിഷയമല്ല, ട്രാൻസാക്ഷൻസ് ആണ്. ഏതെങ്കിലും കമ്പനികൾ നടത്തിയ കൊടുക്കൽ വാങ്ങലിൽ സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF സർക്കാർ മുന്നോട്ടു പോകുക പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. ആശാപ്രവർത്തകരുടെ സമരം ന്യായമായ ചർച്ചകൾ വഴി തീർക്കേണ്ടതാണ്. LDF സർക്കാരിനെ താറടിക്കാനുള്ള നീക്കത്തിന് ഈ സമരം പോലുള്ളവ കരുവാക്കപ്പെടാൻ പാടില്ല. സമരത്തെ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ പ്രധാനമാണ്. ഇടതുപക്ഷത്താകുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ 2 തവണ ആലോചിക്കണം. കേരളത്തിൽ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങൾ നടത്തുകയാണെന്നും ജബൽപൂർ സംഭവം പരാമർശിച്ച് ബിനോയ് വിശ്വം പറഞ്ഞു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP രാജേന്ദ്രൻ, P സന്തോഷ് കുമാർ MP, മന്ത്രിമാരായ K രാജൻ, GR അനിൽ, J ചിഞ്ചുറാണി, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും പൊറുക്കാനാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരൻ ജോബി തേറാട്ടിലിന്റെ കുട്ടനല്ലൂരിലെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കും. സർക്കാരിന്റെ എല്ലാ പിന്തുണയും കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീഡിയോ കോളിലൂടെ മന്ത്രി ഫാദർ ഡേവിസ് ജോർജുമായി സംസാരിച്ചു. കണ്ടാലറിയാവുന്ന അക്രമികൾക്കെതിരെ കേസെടുത്തതായാണ് വിവരം. നീതിപൂർണമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൈദികന്റെ സഹോദരൻ ജോബി തേറാട്ടിൽ പറഞ്ഞു. MLA P ബാലചന്ദ്രൻ, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കേസെടുക്കാൻ തയ്യാറായി അത് സാധാരണ നമ്മൾ പാവൽ പേപ്പറിലേക്ക് കാണില്ല. അവിടെ കണ്ട പ്രതികളെ തിരിച്ചറിഞ്ഞില്ല, നോക്കട്ടെ പോലെയല്ല തിരിച്ചറിഞ്ഞുണ്ട്. അങ്ങനെ അറസ്റ്റ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച് തൃശൂർ കോർപ്പറേഷൻ. രാത്രിയുടെ മറവിൽ പൊതുഖാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ രണ്ടുപേരെ വാഹനം സഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ എം കെ വർഗീസ്.
മാലിന്യമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന ആരംഭിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3:30 കിഴക്കേക്കോട്ടയിൽ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽപ്പെട്ട തോട്ടത്തിൽ ലൈനിലെ പൊതുകാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം തള്ളുന്നതിനിടെയാണ് കോർപ്പറേഷൻ ഹെൽത്ത് നൈറ്റ് സ്ക്വാഡ് വാഹനം ഉൾപ്പെടെ 2 പേരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും കാനയിൽ മാലിന്യം തള്ളി സംഘം രക്ഷപ്പെട്ടിരുന്നു. സ്ഥലത്ത് കാത്തിരുന്നപ്പോഴാണ് രണ്ടാമത്തെ ലോഡുമായി സംഘം എത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ VK കണ്ണന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അംഗങ്ങൾ വാഹനം തടഞ്ഞ് 2 പേരെയും വാഹനവും പിടികൂടി പോലീസിന് കൈമാറി. ഇതിനിടയിൽ സംഘത്തിന്റെ ആക്രമണത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശിന് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ സ്വദേശി പനങ്ങാട് പഴൂപ്പറമ്പിൽ ഗോപകുമാർ, വയനാട് പുൽപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ മേയർ MK വർഗീസ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി എന്നിവർ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെത്തി. പ്രതികൾക്കെതിരെ FIR ഇട്ടതായും വണ്ടി കോടതിയിൽ ഹാജരാക്കുമെന്നും SI വിപിൻ അറിയിച്ചു. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും തൃശൂർ റേഞ്ച് IG അടക്കമുള്ളവർക്കും പരാതി നൽകുമെന്നും പരിശോധന കർശനമായി തുടരുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയം ഇനി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് DGPക്ക് കത്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള DIGക്ക് കത്ത് കൊടുക്കും, SP-ക്ക് അടക്കം കത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇതുപോലെ കിട്ടുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെയും അതുപോലെ വാഹനത്തിൻ്റെയും പെർമിറ്റും ലൈസൻസും റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശക്തമായ പരിശോധന, ശക്തമായ നടപടി ഉണ്ടാവും. അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഉറപ്പും കിട്ടിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കണ്ടാണശ്ശേരി ആളൂരിൽ പൊതുസ്ഥലത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ ആലുവ സ്വദേശിയിൽ നിന്ന് 7000 രൂപ ആരോഗ്യവിഭാഗം പിഴ ഈടാക്കി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ആളുമായി ആരോഗ്യവിഭാഗം ഫോണിലൂടെ ബന്ധപ്പെട്ടു. ഗുരുവായൂർ പോകുന്ന വഴിയെ വലിച്ചെറിഞ്ഞതാണെന്ന് ഇവർ സമ്മതിച്ചു. കുറ്റപത്ര നോട്ടീസ് തയ്യാറാക്കി പിഴയടയ്ക്കാൻ QR കോഡ് അയച്ചു നൽകി. ഓൺലൈനിൽ പിഴ അടപ്പിക്കുകയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത ഫിനോജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, TS ശരത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചലച്ചിത്ര നടൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ കൈമാറണമെന്നാണ് നിർദ്ദേശം. പൃഥ്വിരാജിന് ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള വരുമാനം സംബന്ധിച്ച് ആദായനികുതി വകുപ്പ് വ്യക്തത തേടി. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ തേടി. ഈ ചിത്രങ്ങളിലും അഭിനേതാവെന്ന നിലയിൽ പ്രതിഫലം കൈപ്പറ്റിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന പേരിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചു. അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി കൂടുതലാണ്. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷനു സമീപം പോലീസ് തടഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ വലപ്പാട് പോലീസ് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സർക്കാർ നാം എല്ലാവരും ഇവിടെ നിന്ന് 3.5 ലക്ഷം രൂപയാണ്. അതുപോലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. അപമാനകരമാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? ഇടതുപക്ഷ കുത്തക മണ്ഡലം എന്ന പേരിൽ ഈ പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ തിരുവല്ലോമലയിൽ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. പന്തല്ലൂർ ജയരാമൻ, റിട്ടയേർഡ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരുടെ വാട്സാപ്പ് നമ്പറുകളാണ് ഹാക്ക് ചെയ്തത്. ജയരാമന്റെ നമ്പർ ആദ്യം ഹാക്ക് ചെയ്യുകയും ഇതിൽ നിന്ന് ജയപ്രകാശിന് തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ട് OTP നമ്പർ അയക്കുകയും ചെയ്തു. ഇത് അയച്ചതോടെ ജയപ്രകാശിന്റെ ഫോണും ഹാക്കായി. തുടർന്നാണ് പണം തട്ടിപ്പ് നടത്തിയത്.
തങ്ങളുടെ ജിപേ കംപ്ലൈന്റ് ആണെന്നും പണം അത്യാവശ്യമാണെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പറുകളിലേക്കും പണം താൽക്കാലികമായി ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. ഒരു സുഹൃത്ത് ആദ്യം 10,000 നൽകി. അത് തികയില്ലെന്ന് പറഞ്ഞ് വീണ്ടും 10,000 ആവശ്യപ്പെട്ടു. അതും നൽകി. വീണ്ടും 10,000 രൂപ ആവശ്യപ്പെട്ടതോടെയാണ് സംശയം തോന്നിയത്. സംഭവം പുറത്തറിയാൻ കാരണമായതും. ഇവരെല്ലാമുള്ള പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഹാക്കർമാരുടെ നിരീക്ഷണത്തിലാവുകയും നിയന്ത്രിക്കുകയും ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തു. ഈ നമ്പറുകൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഈ മെസ്സേജുകൾ പോലും ഹാക്കർമാർ ഗ്രൂപ്പുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇത്തരത്തിൽ പലരുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. സാഹിത്യകാരി സാറ ജോസഫിന്റെ 6 പതിറ്റാണ്ട് നീണ്ട എഴുത്തു ജീവിതവും പോരാട്ടവും സാമൂഹിക രാഷ്ട്രീയ പ്രതിരോധവും ചർച്ച ചെയ്യുന്നതിനും ആഘോഷിക്കുന്നതിനുമായി തൃശൂർ സാഹിത്യ അക്കാദമിയിൽ പരിപാടി സംഘടിപ്പിച്ചു. സാറ ജോസഫിന്റെ ലോകങ്ങൾ, ജീവിതം, എഴുത്ത്, പ്രതിരോധം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാറ ജോസഫിനെ ആദരിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തെലുങ്ക് എഴുത്തുകാരി വോൾഗ, എസ്.എൻ. മാധവൻ, പി.എൻ. ഗോപികൃഷ്ണൻ, എം.പി. സുരേന്ദ്രൻ, കുസുമം ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കൊണ്ടാഴി തോടുകാട്ടിൽ മുരഹരിയുടെ വീടിന്റെ ഇരുമ്പ് മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയത്. മുരഹരിയും ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് മുരഹരി. വാർഡ് മെമ്പർ സതി അപ്പത്ത് സ്ഥലം സന്ദർശിച്ചു. പുതിയ ആശയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ലെന്നും ആളുകൾ അവനവനിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ബി കമാൽ പാഷ പറഞ്ഞു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 11ാമത് സമൂഹ വിവാഹവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരസ്പര സമ്പർക്കം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാതായിരിക്കുന്നതിനാൽ അയൽക്കാരനെ കാണാൻ പോലും കഴിയുന്നില്ലെന്നും വീടുകളിൽ ആരാണെങ്കിലും എല്ലാവരും മൊബൈലിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ മൊട്ടയടിച്ചു കിടക്കുന്നവരുടെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ലെന്നും രാഷ്ട്രീയ നിലപാടാണ് ഇതിന് പിന്നിലെന്നും കമാൽ പാഷ കുറ്റപ്പെടുത്തി. CMS സ്കൂളിൽ നടന്ന പരിപാടിയിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, PD ബാബുരാജ്, ഡോക്ടർ RV രാമകൃഷ്ണൻ, മനീഷ മുകേഷ് ലാൽ, ഡോക്ടർ VK സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹ വിവാഹത്തിൽ 12 യുവതി യുവാക്കൾ വിവാഹിതരായി. ഭിന്നശേഷി ക്ഷേമ സംഘടനയിലൂടെ മംഗല്യഭാഗ്യം ലഭിച്ചത് 146 യുവതി യുവാക്കൾക്ക്. ഖാദർ നാട്ടികയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷി ക്ഷേമ സംഘടന നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്രദ്ധേയമാകുന്നത്. വിവിധ കാരണങ്ങളാൽ വിവാഹം നീണ്ടുപോയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി പാവപ്പെട്ട യുവതികൾക്കാണ് സമൂഹ വിവാഹത്തിലൂടെ സംഘടന കൈത്താങ്ങായത്. ഇതിനോടകം 146 യുവതി യുവാക്കൾക്ക് വിവാഹ ജീവിതം നൽകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. സംഘടനയുടെ 11ാമത് സമൂഹ വിവാഹമായിരുന്നു തൃശൂർ CMS സ്കൂളിൽ നടന്നത്. സംഘടന അതിവിപുലമായി സംഘടിപ്പിക്കുന്ന കൂടിക്കാഴ്ചകളിലൂടെയാണ് യുവതി യുവാക്കളെ കണ്ടെത്തുന്നത്. ഇത്തവണത്തെ സമൂഹ വിവാഹത്തിൽ തൃശൂരിന് പുറമെ പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 12 യുവതി യുവാക്കളെയാണ് മംഗല്യഭാഗ്യത്തിന് തിരഞ്ഞെടുത്തത്. ഇവർക്കാവശ്യമായ താലി, മോതിരം, വിവാഹവസ്ത്രം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം സംഘടന തന്നെയാണ് നൽകുന്നത്. ഇത്തരത്തിൽ വിവാഹത്തിന് മാത്രമായി ഇതുവരെ ഏകദേശം 1,60 ലക്ഷത്തോളം രൂപ സംഘടന ചിലവഴിച്ചിട്ടുണ്ട്. സുമനസ്സുകൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ് സമൂഹ വിവാഹം നടത്തുന്നത്. കൂടാതെ ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കുക, അവരുടെ പുനരധിവാസം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുക തുടങ്ങി നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടന നടത്തിവരുന്നു. ഏറെക്കാലം പ്രസിഡന്റായിരുന്ന ത്രേസ്യ ഡയസിന്റെ മരണശേഷം ഷൈനി ഫ്രാങ്കാണ് നിലവിൽ സംഘടനയുടെ പ്രസിഡന്റ്. സംസ്ഥാനമൊട്ടാകെ 70,000-ലധികം പേരാണ് സംഘടനയിൽ അംഗമായിട്ടുള്ളത്. TCV തൃശൂർ. അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ച മകന് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. പൈങ്കുളം കിഴക്കേച്ചോലയിൽ അജിത്തിനെയാണ് വിവിധ വകുപ്പുകളിലായി 4 വർഷം തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് S. തേജോമയി തമ്പുരാട്ടി ശിക്ഷ വിധിച്ചത്. 2019 ഏപ്രിൽ 10-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലാജു ലാസർ M, അഡ്വക്കേറ്റ് AP പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി.
എളവള്ളി കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന യുവാവിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പറക്കാട് സ്വദേശി പുല്ലാണിപ്പറമ്പത്ത് അരുണിനെയാണ് SI അനുരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കൊടകര പോലീസ് സ്റ്റേഷനു സമീപമാണ് അപകടമുണ്ടായത്. ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടന്നിരുന്ന വാഹനങ്ങൾക്ക് പുറകിലെത്തിയ മിനി ലോറി നിയന്ത്രണം വിട്ടുവന്ന് ഇടിക്കുകയായിരുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 2 കാറുകളും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി കുറാഞ്ചേരി വളവിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പനമരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രികർക്ക് പരിക്കേറ്റു. പഴയന്നൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ കാക്കരക്കുന്ന് വീട്ടിൽ സന്തോഷ്, സഹോദരൻ സനീഷ്, അമ്മ തങ്കം എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. പഴയന്നൂരിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. പാതയോരത്തെ കുന്നിൻ ചെരുവിൽ കിടന്നിരുന്ന പനമരമാണ് കാറ്റിൽ കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണത്. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കോട്ടപ്പുറം ബീച്ചിൽ നടന്ന സമാപന സമ്മേളനം CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK മുബാറക്, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ആഘോഷിച്ചു. വൈകിട്ട് ചക്കംകുളങ്ങര ശാസ്താവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചാത്തക്കുടം ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചെത്തി. തുടർന്ന് 2 ദേവീദേവന്മാരെയും ക്ഷേത്രത്തിന്റെ വലിയമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. ശാസ്താവ് എഴുന്നള്ളിയപ്പോൾ ഗ്രാമവാസികൾ നിറപറ വെച്ചെതിരേറ്റു. പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ വലത്ത് ചക്കംകുളങ്ങര ശാസ്താവും ഇടത് തൈക്കാട്ടുശ്ശേരി ഭഗവതിയുമായി പടിഞ്ഞാറേ നടയിൽ ശാസ്താവ് എഴുന്നള്ളി. മേളത്തിന് പെരുവനം പ്രകാശന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. ചേറ്റുവ ചന്ദനക്കുടം നേർച്ചാഘോഷം ആദ്യ കാഴ്ച വലിയകത്ത് ഫൈസൽ ബിൻ ഫസദിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നാട്ടുകാഴ്ചകൾ ചേറ്റുവയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് വിവിധ ഇനം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൂലിക്കുടിശ്ശിക നൽകുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, TD സുനിൽ, സതീകൃഷ്ണൻ, കല്യാണി നാരായണൻ, വിജയ സുരേഷ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ 8ാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ബേബി ഫ്രാൻസിസ്, KV സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന വെളത്തൂർ വിളക്കുമാടം റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, നീതു ഷിജു, ഷിമി ഗോപി, K രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തരൂർ വേല ആഘോഷിച്ചു. കമ്മാന്തറ, കൂളക്കാട്, ചേലക്കാടുകുന്ന്, വാളക്കര, കോഴിക്കോട് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്സവ വരവ് നടന്നു. പൊൻകുതിരയെ കുതിരകണ്ടത്തേക്ക് എഴുന്നള്ളിക്കലും ഇരട്ടത്തായമ്പകയും ശ്രദ്ധേയമായി.
എടവിലങ്ങ് പഞ്ചായത്തിലെ കാര ഈസ്റ്റ് അംബേദ്കർ അംഗനവാടിയിൽ ഒരുക്കിയ വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന ജലീൽ, ബിന്ദു രാധാകൃഷ്ണൻ, MR കൈലാസൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനമാണെന്ന് നമുക്കറിയാം. വനിതകൾക്ക് വേണ്ടിയിട്ടാണ്, വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും. കണിമംഗലം വലിയാലുക്കൽ KR തോമസ് സ്മാരക ക്ലബ്ബും ശാസ്ത്ര FCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 24ാമത് KR തോമസ് സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 6 മുതൽ 29 വരെ കണിമംഗലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ വൈകിട്ട് 7:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 20 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ക്ലബ് ചെയർമാൻ PR കണ്ണൻ, ജനറൽ കൺവീനർ AV ഗിരീശൻ, ട്രഷറർ AR രാഹുൽനാഥ്, KG ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഓൾ കേരള ഇന്റർ സ്കൂൾ സയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 8 മുതൽ 12 വരെ സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്ന് 32 ടീമുകൾ പങ്കെടുക്കും. ഫുട്ബോൾ ബാറ്റിൽ ഓഫ് സ്കൂൾസ് എന്ന പേരിൽ നടത്തപ്പെടുന്ന മത്സരങ്ങൾ 8-ന് രാവിലെ 10-ന് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ KR സബീഷ്, PTA പ്രസിഡന്റ് ബീന ഡേവിസ്, പ്രധാന അധ്യാപിക TS സരിത എന്നിവർ പങ്കെടുത്തു. NREG വർക്കേഴ്സ് യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് BSNL ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, മിനിമം കൂലി 600 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് വാസന്തി ആനന്ദൻ അധ്യക്ഷയായിരുന്നു. മുംതാസ് റസാഖ്, KA ബാലകൃഷ്ണൻ, ചാന്ദിനി വേണു, ശോഭന മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ശ്രീ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും ചടങ്ങുകളും അഭിഷേകവും നടന്നു. തുടർന്ന് തിരുവമ്പാടി രമേശ് മാരാരും സംഘവും അവതരിപ്പിച്ച മേളത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു. 3 പീടിക അറവുശാല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KP ഉണ്ണികൃഷ്ണൻ, PS അനിൽകുമാർ, BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു, സെൽവൻ മണക്കാട്ടുപടി, ജനറൽ സെക്രട്ടറിമാരായ KG ദിലീപ്, KB അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അവിടുന്ന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഉല്ലാസ് ബാബു ജനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ BJPയുടെ പേര് പറയുന്ന സമയം സംഘപരിവാർ ആശയങ്ങളെ മുറുകെ പിടിക്കുന്നതിൻ്റെ പേരിൽ കല്ലുകൊണ്ടും കഠാര കൊണ്ടും കത്തി കൊണ്ടും ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ നമ്മളെ പ്രവർത്തകരെ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുകയും. മാള റോട്ടറി ക്ലബ് കാർമൽ കോളേജിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സാബു ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി. ലിയോൺ വർഗീസ്, ഹരിത P. നായർ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മുസ്ലിം ലീഗ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉസ്മാൻ വലിയവളപ്പിൽ, കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KC ജോസ് എന്നിവർ സംസാരിച്ചു. UDF അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിമ്പൂർ പഞ്ചായത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി. AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ജെൻസൺ ജെയിംസ് അധ്യക്ഷനായി. സമാപന യോഗം UDF മണലൂർ മണ്ഡലം ചെയർമാൻ KK ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് പിണറായി സർക്കാരെന്നും അരിമ്പൂർ പഞ്ചായത്തിൽ ദുർഭരണവും ദൂർത്തുമാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം.
UDF അരിമ്പൂർ കൺവീനർ TA പ്ലാസിഡ്, മാർട്ടിൻ ചാലിശ്ശേരി, അനസ് കൈപ്പിള്ളി, P മണികണ്ഠൻ, അലക്സ് പ്ലാക്കൻ, തോമസ് അരിമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മോഹനൻ പാറത്തൊടി, P സുലൈമാൻ, രമേശ് പൂങ്കാവനം, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, M അയ്യാവു തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ KM നിഷാദ്, DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. UDF പഴയന്നൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം നടത്തി. UDF ചെയർമാൻ PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ KK അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് J മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, VK ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന വർക്ക്ഷോപ്പ് 8-ന് സമാപിക്കും. വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക്ഷോപ്പ്. തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. തിയേറ്റർ വർക്ക്ഷോപ്പ് ചെയർപേഴ്സൺ TA ദയാശീലൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപകൻ MV രത്നകുമാർ, ഗ്രാമകം നാടകോത്സവം ജനറൽ കൺവീനർ VV സുധീഷ്, ഫെസ്റ്റിവൽ ഡയറക്ടർ K വിനോദ് കുമാർ, വർക്ക്ഷോപ്പ് കൺവീനർ PV ശ്രീരാമൻ, നാടകോത്സവം ജോയിന്റ് കൺവീനർ PC പങ്കജം തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 90 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 8310 രൂപയായി. പവന് 720 രൂപയാണ് കുറഞ്ഞത്. 68,480 രൂപയായിരുന്ന പവന് 66,480 രൂപയായി കുറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ നിർവഹിച്ചു. തൃശൂർ ജില്ലാ മെന്റൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് ഓഫീസർ സുധീഷ് കുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് ബീന, പോൾ തേറാട്ടിൽ, റാഫി നീലങ്കാവിൽ, തൃശൂർ മണ്ഡലം കൺവീനർ പ്രകാശൻ കൊക്കാല എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് കൊണ്ടാഴി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ UDF മണ്ഡലം കമ്മിറ്റി രാപ്പകൽ സമരം നടത്തി. രമേശ് പൂങ്കാവനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ചു. P സുലൈമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, ശിവൻ വീട്ടിക്കുന്ന്, M അയ്യാവു തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ UDF തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി ഉപനേതാവ് SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എൽദോ തോമസ്, VM കുര്യാക്കോസ്, PS റഫീഖ്, O ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ MPമാരുടെ നിലപാടിൽ BJP വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് IS ഉദ്ഘാടനം ചെയ്തു. സോമൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ പ്രശോഭ് പുതുക്കാട്ടിൽ, പ്രജീഷ്, ഷിബിൻ ആക്ലിപ്പറമ്പിൽ, ശിവലാൽ എന്നിവർ സംസാരിച്ചു. കാലടി കവർച്ചാ കേസിൽ BJP ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. കാവിൽക്കടവിൽ നടന്ന പ്രതിഷേധ സംഗമം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. TK രമേശ് ബാബു, KK അബീദ് അലി, KR ജൈത്രൻ, KP രാജൻ എന്നിവർ സംസാരിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക പുരോഹിതരെ RSSുകാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPIM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി പാലയൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു.
ലോക്കൽ കമ്മിറ്റി അംഗം CK തോമസ് അധ്യക്ഷനായി. TS ദാസൻ, CG സതീശൻ, PK സലീം, MM സുമേഷ് എന്നിവർ സംസാരിച്ചു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ, DCC സെക്രട്ടറി രാജൻ പല്ലൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CSB ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ BEFI പ്രതിഷേധ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. CSB സ്റ്റാഫ് ഫെഡറേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PG കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. PH വിനീത, ജെറിൻ K ജോൺ, T നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ ഊരകം പ്രദേശത്തെ കുരുന്നുകൾ ചിത്രരചനയും ഒറിഗാമിയും കളിപ്പാട്ടുകളുമായി മധ്യവേനൽ അവധിക്കാലം ആസ്വാദ്യമാക്കുന്നു. PL ഔസേബ് മാസ്റ്റർ ഊരകം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. കാർട്ടൂണിസ്റ്റ് M മോഹൻദാസ് മായാവിയുടെയും ലുട്ടാപ്പിയുടെയും ചിത്രം വരച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വായനശാല വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി, സെക്രട്ടറി ജീഷ്മ പ്രബിൻ, ജോൺ ജോസഫ്, മായ ഗോപിനാഥ്, ലിനി പ്രിജോ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ള ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,840 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3302 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ന്യായമായ ചർച്ചകളിലൂടെ തീർക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും പൊറുക്കാനാവില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. അധികൃതരുടെ ഭാഗത്തുനിന്ന് നീതിപൂർണമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആക്രമണത്തിനിരയായ വൈദികന്റെ സഹോദരൻ ജോബി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച് തൃശൂർ കോർപ്പറേഷൻ. പൊതുകാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ 2 പേരെ വാഹനസഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ MK വർഗീസ്. ചലച്ചിത്ര നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവല്ലോമലയിൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് പണം ആവശ്യപ്പെട്ടുള്ള മെസ്സേജ് അയക്കുകയായിരുന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.